കൃത്യമായി നിസ്കരിക്കണം. അത് തന്നെ ഭക്തിയോടെ നിസ്കരിക്കണം. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയട്ടെ, ഞാൻ പല സ്റ്റേജുകളിലും ഈ റമദാനിനും ശേഷവും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് അതേ കൊടകിൽ വെച്ച് പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാര് പലരും ഇപ്പോൾ, ഈ ചെറുപ്പക്കാര് മാത്രമല്ല വലിയവരും പലരും ഹാഫ് ഷർട്ട് ധരിക്കുന്നവരാണ്. അത് സുഖമാണ്, ബെൽറ്റിൽ നിന്ന് സാധനം എടുക്കാനൊക്കെ സുഖമായി. ഇപ്പൊ എനിക്ക് പൈസ എടുക്കാൻ കഴിയാൻ നിങ്ങൾക്ക് പോയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പോയാൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമല്ല. അപ്പൊ അത് വലിയ സുഖങ്ങളുണ്ട്. അതേപോലെ കാറ്റ് കിടക്കാനൊക്കെ, അപ്പൊ അതുകൊണ്ട് ഒക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെറിയ ഹാഫ് ഷർട്ട് ധരിക്കാറുണ്ട്. എന്നാൽ ചിലർ ടീഷർട്ടും ധരിക്കാറുണ്ട്. ഇത് രണ്ടും അവനവന്റെ പാന്റിന്റെ ഉള്ളിലാക്കി ഇൻസൈഡ് ആക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അത് നല്ലതാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ല, അതിനൊരു കുഴപ്പമില്ല. അതേ സമയത്ത് ഇൻസൈഡ് ആക്കാത്തവരെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് പലപ്പോഴും കാണുന്ന ഒരു പരിപാടി, നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നാൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഈ ടീഷർട്ട് അല്ലെങ്കിൽ ഈ ഹാഫ് ഷർട്ട് മുന്നിലും താഴെയും വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുള്ള രണ്ട് കൈകൊണ്ട് പിടിച്ചിട്ടിങ്ങനെ ഒന്ന് താഴ്ത്തും, പിന്നൊന്ന് ബേക്കിലും പിടിച്ച് താഴ്ത്തും. അതിനൊരു കുഴപ്പമില്ല കേട്ടോ, കാരണം നിസ്കരിക്കുന്നതിന് മുമ്പാണ്, അതിനൊരു കുഴപ്പമില്ല. അതേ സമയത്ത് നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലേണ്ടത് അങ്ങനെയാ. തക്ബീർ ചൊല്ലിക്കഴിയുമ്പോ കൈ ഉയർത്തലും കഴിയണം, പിന്നെയാണ് കൈ താഴ്ത്തി വെക്കേണ്ടത്. അല്ലാഹു അക്ബർ ചുമലിന്റെ നേരെ കയ്യെത്തുമ്പോഴേക്ക് തക്ബീർ തീരണം. പിന്നെ ആ കൈ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന് ചോടെ വെക്കണം. അങ്ങനെയാണ് ഷാഫി മദ്ഹബ്. ഹനഫി മദ്ഹബ് ആകുമ്പോൾ കുറച്ചും കൂടി താഴെ വെക്കണം. വേറെ ചില മദ്ഹബില് തീരെ താഴ്ത്തിയിടാം എന്നുണ്ട്. ഈ നെഞ്ഞത്ത് കൈവെക്കുന്ന ഒരു കൂട്ടറുണ്ട്, അങ്ങനെ ഒറ്റ മദ്ഹബിലും ഇല്ല. അത് പിന്നെ വലിയ ഉപകാരമാണ്, കാരണം അങ്ങനെ വെച്ച് കണ്ടാൽ പിന്നെ നമ്മൾ തുറന്ന് നിസ്കരിച്ചു പോലല്ലോ, അത് ഉപകാരം അവർ ഒഴിവാക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൈകെട്ടിക്കഴിഞ്ഞാൽ ശൈത്താൻ നമ്മളെ മനസ്സ് തോന്നിപ്പിക്കും കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉടനെ മുന്നിൽ പിടിച്ചിട്ടൊരു താഴ്ത്തല്, രണ്ട് ഭാഗത്തും കൈ പിടിച്ചിട്ടൊരു താഴ്ത്തല്, ബേക്കിലും പിടിച്ചൊരു താഴ്ത്തല്. നിസ്കാരം ബാത്തിലായി കേട്ടോ. കാരണം നാലനക്കമുണ്ടായി, 3 കൊണ്ട് നിസ്കാരം ബാത്തിലാവും. നിസ്കാരം ബാത്തിലായി പോയി. അത് കഴിഞ്ഞിട്ട് വേറെ ചിലരെ ഞാനിപ്പോ അടുത്ത് ദുബൈയിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടു. ആദ്യം ഇങ്ങനെ പിടിച്ചു താഴ്ത്തി രണ്ട് ഭാഗം, പിന്നെ റുക്കോയിൽ പോകുമ്പോൾ പിന്നെയും പിടിച്ചു താഴ്ത്തി, റുക്കോയിൽ നിന്ന് വന്നപ്പോ പിന്നെയും താഴ്ത്തി. എല്ലാ ഓരോ പോക്കലും വരവിലും ഇതൊരു വല്ലാത്ത സുന്നത്തി തന്നെ, ഈ കുപ്പായം പിടിച്ച് താഴ്ത്തലും. നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അതുപോലെ നിസ്കാരം ബാത്തിലാകുന്ന ഒരു സംഗതിയും നടക്കരുത്. നിസ്കാരം കൃത്യമായി മുറക്ക് നിർവഹിക്കാൻ പറയണം നബിയെ. നബിയെ പറയൂ ലി ഇബാദി, എന്റെ അടിമകളോട് പറയൂ, യുഖീമുസ്സലാ, നിസ്കാരം മുറക്ക് കൃത്യമായി അവര് നിർവഹിക്കട്ടെ, നിസ്കാരം നിലനിർത്തട്ടെ. വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവര് ചെലവഴിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ കയ്യിലുള്ളതൊന്നും എന്റേതല്ല, എന്റെ റബ്ബ് തന്നതാണ്. റബ്ബ് പറയാണ്, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവര് ചെലവഴിക്കട്ടെ. സിർറം വഅലാനിയ, പരസ്പര ചെലവഴിക്കേണ്ടത്. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ, ഒരു ദിവസം വരാനുണ്ട്, അന്നൊന്നും കൊടുത്തിട്ട് സ്വർഗം വിലക്ക് വാങ്ങാൻ കഴിയൂല, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. വലാ ഖിലാൽ, നല്ലത് ചെയ്യുമ്പോൾ മുടക്കുന്നവരില്ലേ, അത്തരത്തിലുള്ള ചില സുഹൃത്തുക്കളില്ലേ, അത്തരത്തിലുള്ള ഒരു സുഹൃത്തുക്കളെ കൊണ്ടും ഒരു ഉപകാരവും കിട്ടൂല. അങ്ങനെയുള്ള ഒരു ദിവസം വരാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ കൊടുത്തതിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കാൻ പറയൂ നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം കൃത്യമായി നിസ്കരിക്കുന്നവരിലും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നവരിലും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ